രാവിലെ നീച്ചപ്പോണ്ടേ ഇങ്ങനെ 11:30 12:30 ഇങ്ങനെ വരുന്നേ യാ റഷ്യ ആർഡർ കാണിച്ചിട്ടാ ഇഞ്ച് കളി കണ്ടീനോ ഞാൻ ഒന്ന് കണ്ടോക്കട്ടെ യൂട്യൂബിലോ അല്ല ഹൈലൈറ്റ്സേ അപ്പൊ ഇജ്ജല്ലടാ എന്റെ ഫോണത്തെ അലാറം എടുത്താ 6 മണിക്ക് അലാറം വെച്ച് 6:20 കിടന്നുറങ്ങി 6:29 6:30 6:45 6:50 അതായത് ഒരു ദിവസത്തെ കളിക്ക് എവറി ഡേക്ക് അലാറം കൊടുത്തു കേട്ടോ എവറി ഡേ അലാറം എവറി ഡേ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എന്ത് ചെയ്തു അത് കൊടുത്തു എന്നിട്ട് എന്തായി ഇതിനിട്ട് പോയതും കേട്ടോ സംഭവം ആള് നീച്ചില്ല അങ്ങനെ എന്തായി അർജന്റീനയുടെ ആദ്യത്തെ മത്സരം അതായത് സാക്ഷാൽ ലയണൽ മെസ്സി സാക്ഷാൽ ലയണൽ മെസ്സി എപ്പോഴാ കണ്ടേജി യൂട്യൂബിൽ നിന്നല്ലേ മരുന്ന് ചതിച്ചതാണ് ഡോസ് കൂടിയ മരുന്നാണ് എടുക്കലല്ലേ എന്താണ് മരുന്ന് ഏതാ കഴിക്കണത് കുടിക്കൽ മറ്റേ സിട്രസൺ സിട്രസണ്ണോ സിട്രസ് അണ്ണല്ല സിണ്ണ് സിണ്ണിയോ സിട്രസിന് എന്നാ പിന്നെ എന്ത് തേങ്ങയിലും പറയാ മനസ്സിലായി ഈ ആദ്യം പറയും ജല നോക്കി പറയും സിട്രസിന് സിട്രസിന് സിട്രസിൻ സിട്രസിൻ എന്താ പറയാ സിട്രസിൻ സിട്രസിൻ സിട്രസിങ്ങോ അത് അൻഷു എന്താ വെച്ചാല് അൻഷു പഞ്ചാബിലെ പഠിക്കാൻ പോണ കേട്ടോ അപ്പൊ മരുന്നൊക്കെ ആ രൂപത്തിലാണ്ട് പറഞ്ഞു സിട്രസിംഗ് എന്ന് പറഞ്ഞു അപ്പൊ അവിടെ എല്ലാം സിംഗ് വെച്ച് പറയലാണ് അതിപ്പോ എന്താ അമർ സിംഗ് എന്നൊക്കെ പറഞ്ഞേ ആൾക്കാരെ പേരൊക്കെ സിംഗ് പറഞ്ഞത് സിട്രസിംഗ് അല്ലേ ചോദിച്ചു എത്രാമത്തെ അല്ല LPU-ല് 3-ാം വർഷ ബിരുദധാരിയാണ് അൻഷദ് എന്ന എൻ്റെ അഞ്ചൻ. അപ്പം അൻഷദ് ഇപ്പോൾ വളരെ ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. ഇനി എത്ര കൊല്ലം ഉണ്ട് കംപ്ലീറ്റ് ആവാൻ? ഒരു കൊല്ലം കൂടി. അപ്പോൾ 4-ാമത്തെ കൊല്ലത്തിലേക്ക് കടക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻസ്? അജുദിനെ ഒറ്റക്കിടന്നിട്ട് ഒന്നും കിട്ടുന്നില്ല. അജു തന്നെ ഇപ്പൊ എല്ലാരും കൂടി നടക്കാണ്. റിനാൻ പറഞ്ഞ മതി ഇങ്ങളിപ്പോ വരുമ്പോ ഫ്രീ ഹോട്ടൽ, ലക്ഷറി സ്റ്റേ, 5 സ്റ്റാർ ഫുഡ്. ഞാനിനി അഫീഫിന്റെ ടീമിന്റെ ഒപ്പം ഇല്ലാന്ന് പറയാം. ഫുള്ള് പൈസ അങ്ങോട്ട് ഇടണമെന്ന്. റിനാനെ ദിവസം പറയണേ, റിനാനെ ദിവസം നമ്മള് വലിയ വലിയ ഹോട്ടലിൽ നിൽക്കുമല്ലോ, പരിപാടിയൊക്കെ വരുമ്പോ നമുക്ക് ബുക്കിംഗ് ചെയ്തു തരാം. വലിയ വലിയ ഹോട്ടലാവും. അപ്പം ഞാനെന്ത് ചെയ്യും, എന്തായാലും വെറുതെ ഹോട്ടലല്ലേ, നമുക്ക് എല്ലാവരും കൂട്ടി പോരാ. ഞാൻ എല്ലാവരും കൂട്ടി പോകും. നിൽക്കുന്നവരൊക്കെ നിൽക്കട്ടെ. അതിൽ റിനാന് TRന്റെ ഉള്ളിക്കാണ് കയറിയേ. അപ്പൊ ആദ്യമായിട്ട് കൊള്ളാലോ. ഇവിടെ ഫോണിൽ വിളിച്ച് പറയുമ്പോ ഫുഡ്, കൊമ്പൂച്ച, ഫുള്ള് റിച്ച് ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ അഫീഫിന്റെ ഒപ്പം നടക്കണില്ല. അതെന്താ അല്ലേ, ഐക്ക് ഫുള്ള് അങ്ങോട്ട് പൈസ ഇടേണ്ടിട്ടാണ്. ഇതൊന്നും ഇറക്കണ്ട, ഫുള്ള് നിങ്ങളെ നോക്കൂല. അപ്പൊ എന്തായാലും അർജന്റീന ആദ്യത്തെ മത്സരം വിജയകരമായി വിജയിച്ചിരിക്കുന്നു. ജർമ്മനി ആദ്യത്തെ മത്സരം വിജയിച്ചിരിക്കുന്നു. ഫ്രാൻസ്, അതായത് വേൾഡ് കപ്പിലെ ശക്തികളെല്ലാവരും ബ്രസീൽ ആണ് മാത്രമാണ് നമുക്കൊരു ഇതില് സമനിലയായി എന്നുള്ളൊരു സങ്കടമാണ് നമുക്കുള്ളത്. ശരിക്കും ബ്രസീലും കൂടി ജയിക്കേണ്ടിന്, അല്ലെങ്കിൽ നാട്ടിൽ ഇത് കൊമ്പ് കോർക്കലുകൾ. ഇപ്പൊ എന്താ വെച്ചാൽ ബ്രസീൽ ഫാൻസ് എന്താ അറിയോ, എല്ലാവരും ഓല വന്ന് കൊട്ടിപ്പോവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ അവസ്ഥ കാണുമ്പോൾ സങ്കടമുണ്ട്. ശരിക്കും എന്ത് ചെയ്യണം, അങ്ങോട്ട് കൊണ്ട് തൊള്ളടാളെ ഗ്യാപ്പ് വരണമെങ്കിൽ എല്ലാവരും ജയിക്കണം. അപ്പോഴേ അങ്ങോട്ട് കൊണ്ട് തൊള്ളയുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ടീം ഇരിക്കുമ്പോൾ ആ ടീമിന് തൊള്ളടാളൊരു ചാൻസ് പോകണം. പക്ഷെ എന്നാലും ബ്രസീൽ പൂർവാധികം 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇന്ന് പോർച്ചുഗൽ ഇറങ്ങി, പക്ഷെ മറ്റേ ടീം സ്പെയിനായിട്ട് കളിച്ച ടീം കപ്പ് വാരടി ഏതാ കളി. അജു തന്നത് ഗ്രൂപ്പിൽ ഒന്ന് പറഞ്ഞത് ഹൈലൈറ്റ്സ് കണ്ടേ, കപ്പ് വാരടി ഏതാ കളി എന്ന് പറഞ്ഞു. അത് ഇന്നൊരു കൊട്ടി ഓലെ കോച്ചേ, അതായത് സ്കോർ ചെയ്യാൻ പഠിപ്പിച്ചില്ലോ, ഡിഫൻസ് അല്ലോ പഠിപ്പിച്ചത്. കപ്പ് വാരടിനോട് പറഞ്ഞേ, ഗോൾ അടിച്ചിട്ടില്ലേലും വേണ്ട, അടിപ്പിച്ചരുത്. എല്ലാരും 10 ആള് ബോക്സിന് എല്ലാരും നിരന്ന് കളിച്ചിട്ടോ. അപ്പൊ ഇതേ കളിയാണ് ഇന്നലെ സെനഗല് കളിച്ചത്. സെയിം കളിയാണ്. സെനഗൽ ഒരു 60-ാം മിനിറ്റ് വരെ ഏകദേശം കളിച്ചിരുന്നത് ഇഞ്ചോട് ഇഞ്ച് കളിയാണ്. കളി അങ്ങോട്ട് മാറ്റി. അതായത് ഒരു ഗോളാണ് വന്നപ്പോ കഴിഞ്ഞ അർജന്റീനക്ക് ഇതേപോലെ സംഭവിച്ചിരുന്നത്. 79-ലും 81-ലും ഇട്ടത്, 80-ലും 82-ലും ആ ഗ്യാപ്പിൽ ഇട്ടത്. 75-നും 85-ന്റെ ഇടയിലാണ് 2 ഗോൾ അടുപ്പിച്ചാണ് ഇട്ടത്. അപ്പൊ അമ്പപ്പേ. അപ്പൊ ബിൽക്ക് ഇങ്ങനത്തെ ഒരു പവർ ഉണ്ട് ഫ്രാൻസിന്. അതായത്
ഒന്നുമല്ലാത്തൊരു കളി 2 ഗോളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പവറാക്കും. പിന്നെ ജയിച്ചാൻ കഴിയില്ല. അത് സെലിബ്രേറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. അപ്പൊ ഇതിന് ഇതായി. എംബാപ്പെ വേൾഡ് കപ്പിൽ 12 ഗോളായിട്ട് അടിച്ചിരിക്കണം. അതിൽ 11 ഗോളും സെക്കൻഡ് ഹാഫിലാണല്ലോ. ഫസ്റ്റ് ഹാഫിലല്ല അടിച്ചിരിക്കണത്. അത് സെക്കൻഡ് ഹാഫിൽ വല്ല കളി പ്രഡിക്റ്റബിൾ ആണ്. അപ്പം ഇന്നലെ എംബപ്പേനേക്കാൾ കളി ഇറക്കിയത് നമ്മളെ പ്ലെയറാണ് ഒലീസ്. കൊടുത്ത എണ്ണം പറഞ്ഞ 2 പാസ്സാണ് ഇന്നലെ മാൻ ഓഫ് ദ മാച്ച്. അതായത് 2 ഗോൾ ഇട്ടിട്ട് എംബപ്പേക്ക് കൊടുക്കാത്ത മാൻ ഓഫ് ദ മാച്ച് ആണ്, പ്ലെയർ ഓഫ് ദ മാച്ച് ആണ് ഇന്നലെ ചെക്കൻ എടുത്ത് കൊടുത്തത് ഫിഫ. കാരണം ഫിഫക്ക് മനസ്സിലായി ആ 2 എണ്ണം പറഞ്ഞ ഗോളിനേക്കാൾ ആ 2 കീറി മുറിച്ച് സ്കെയില് പോലുള്ള 4-5 പ്ലേസിന് സ്കെയില് പോലുള്ള പാസ്. ഇതാണ് ഹാരി കെയ്ന് ഒലീസ് ഇങ്ങനെ കൊടുക്കല്. അതുകൊണ്ടാണ് ഹാരി കെയ്ൻ എത്ര ഗോൾ അടിച്ചത്? 10-58 ഗോൾ കഴിഞ്ഞ സീസണിൽ അടിച്ചത്. കാരണം ചെക്കൻ 1 അസിസ്റ്റ് പ്രൊവൈഡർ ആണ്. പണ്ടത്തെ പാസുകൾ അത് സമ്മേഖനാണ്. സീം പാസ്. ഇന്നലെ മെസ്സിക്ക് ആദ്യത്തെ പാസ് നൽകിയ പ്ലെയറെ പേര് രണ്ടാമത്തെ ഗോളിന് മെസ്സിക്ക് അസിസ്റ്റ് നൽകിയ പ്ലെയറെ പേര് അത് ഡീപ്പോൾ അടിച്ചു, റീബൗണ്ട് വന്ന് റിട്ടേൺ വന്ന് ഹൈലൈറ്റ്സ് ഫുള്ള് കണ്ടിട്ടുണ്ട്. മൂന്നാമത്തെ അതിന് മെസ്സിക്ക് അസിസ്റ്റ് കൊടുത്ത്. എന്നാലും ഫസ്റ്റത്തെ ഗോള് ഡീപ്പോൾ ആണോന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ല. ഉറങ്ങിപ്പോയതാണ് ഞാൻ സമ്മതിച്ച്. അല്ല മൂന്നാമത്തെ ഗോള് അസിസ്റ്റ് കൊടുത്തത് അതാരാണ് ശ്രദ്ധിച്ചില്ല. പക്ഷെ മെസ്സിയാണ് ഗോളിട്ട്. മെസ്സിയാണ് ഇട്ടത് തോന്നുന്നു. അതാ പറഞ്ഞേ ഫസ്റ്റ് ഗോള് ലോങ് റേഞ്ചർ, പിന്നത്തത് റീബൗണ്ട്. അങ്ങനെ പറയണേ കളി കണ്ടു വെച്ചപ്പോളേ. അപ്പൊ കറക്റ്റ് ഹൈലൈറ്റ്സിൽ ഇത് മാത്രം കട്ട് ചെയ്ത് വെച്ചേക്കല്ലേ. അത് അതേമാതിരി പഠിച്ചു. ഞാൻ ആകെ 5 മിനിറ്റ് ഹൈലൈറ്റ്സ് കണ്ടാണ്ട് നിർത്തിയതല്ല. അപ്പൊ ഇത്ര അറിവ് ഉണ്ടാവുള്ളൂ. സമ്മതിച്ചാ മതി. അടുത്ത മത്സരങ്ങൾക്ക് ആരോടാണ്? നമ്മള് നോക്കി അത് ഫിക്സ്ചർ ചെയ്യാൻ നോക്കിയില്ല. എന്ത് ഫാനായി ബാംഗ്ലൂരിന്റെ ഗ്രൂപ്പ് നിങ്ങളെ ഗ്രൂപ്പിൽ ആരൊക്കെയല്ലേ? ഗ്രൂപ്പിൽ നിങ്ങളെ ബാംഗ്ലൂരിന്റെ ക്ലാസ് ഗ്രൂപ്പിലല്ല, അർജന്റീനന്റെ ഗ്രൂപ്പിലെല്ലാ കുട്ടികളും ടീച്ചർമാരുണ്ട്. 3 സ്റ്റാറില്ല ജെയ്സ് കിട്ടി. ഈ സ്റ്റാർ എന്നൊക്കെ ഞാൻ ഉറങ്ങിയ കുറച്ച് ദിവസമായി. ഈ സ്റ്റാർ എന്നാ കിട്ടിയേ? ഫസ്റ്റത്തെ സ്റ്റാർ 2000 ഇതോ? ഈ സ്റ്റാറോ? ഒരു ഐഡിയയില്ല എനിക്ക് എന്റെ ടീമിനെ കുറിച്ച് ചോദിച്ചത്. എന്ത് കണ്ടിട്ട് അർജന്റീന ആയതാ? ഈ സ്റ്റാർ എവിടെ ഒരു വിഷയം ഇട്ടാ മതി. അല്ല ഈ സ്റ്റാർ ഇത് പറയും. ലാസ്റ്റ് നിങ്ങൾക്ക് എന്താ ചാമ്പ്യൻ ആയത്? അത് 22. ഏത് രാജ്യത്തിന് നടന്നിരുന്നത്? അത് ഖത്തർ. എതിരാളികള് ഫ്രാൻസ് ഉണ്ടായിരുന്നു. എത്ര ഗോള്? കുറെ ടീം അല്ല, പിന്നെ എത്ര ഗോളാണ് അന്ന് ഫ്രാൻസ് സ്കോർ ചെയ്തത്? സമനില അല്ല, ഫൈനലല്ലോ. ഫൈനലില് സമനില. ജയിച്ചിണ്ടല്ലോ. ഈ റബ്ബർമ തൂക്കിക്കോ. എന്നിട്ട് ആ റബ്ബറിന് ഇതിലേറെ അറിവുണ്ട്. ഈ സ്റ്റാർ 78, ഈ സ്റ്റാർ 86, ഇത് 2022. അറിഞ്ഞിരിക്കണം. ബാസ നിങ്ങളെ സ്റ്റാറിൻ്റെതെന്ന് പറഞ്ഞു. ഞങ്ങക്ക് ഈ വർഷത്തെ കളി കഴിയുമ്പോ ഒരു സ്റ്റാർ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്.